ഹായ്, എന്താ പാട്? സുഖല്ലേ? നമ്മുടെ ജാസില്ലേ കുറ്റിപ്പുറം കാക്ക എന്നൊരു പർദ്ദ ഇട്ടിട്ട് റമളാനാന്നും കൂടി നോക്കാണ്ട് ഭയങ്കര കഷ്ടപ്പാട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതെ അതെ സമരത്തിൽ പോയിട്ട് വരികയാ. പോയതാ. എന്താ ഇപ്പൊ ട്രാൻസിനെതിരെ ഒരു ബില്ല് പാസ്സാക്കാൻ പോകുന്നുണ്ട്. അറിഞ്ഞുകൂടെ നിങ്ങളെ? ഇല്ല അല്ലെ? അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇന്നിപ്പോ എവിടെ നോക്കിയാലും ഫുള്ള് റീലാതാ. ഇവൻ പർദ്ദ ഇട്ടിക്കണത് ഈ റമളാൻ മാസത്തില്. സംഭവം ഒന്നുമല്ല, എന്തായാലും അവല് സുബൈക്കന്നെ മൂപ്പരാള് നീച്ച് പെയ്ക്കണു. എന്തിനെ? അതാര്? ഇതില് കുറച്ച് ഷോക്ക് കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവിടെ ചെന്നപ്പോ ആരും മൈൻഡ് വെച്ചില്ല. കഥ ആകെ മാറി. ഇവരെ കമ്മ്യൂണിറ്റിനെ ഇവൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചിട്ടാ, ഇവൻ നല്ലൊരു കള്ളനാന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എന്തായാലും കാക്ക അവിടെ നേരം വെളുത്തേക്ക് തന്നെ എത്തും ചെയ്തു. ആരും മൈൻഡ് ആക്കില്ല, തിരിച്ചു പോരേണ്ടി വന്നു. ഇതിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കാൻ വേണ്ടി നിന്നു. പക്ഷെ 10 മിനിറ്റ് നിന്നപ്പോ കാക്കാക്ക മടുത്തു. അതിന് കാരണം എന്താ അറിയോ? കണ്ടം പോട്ടെ അല്ലെങ്കിൽ അടിച്ചു ഓട്ടിക്കും. അതെ, സ്വന്തം കമ്മ്യൂണിറ്റിക്ക് തന്നെ വേണ്ട, പിന്നെയാണ് ഈ ലോകത്തിന് ആർക്കും വേണ്ട. അതാരെ കൂടെ? കിറ്റിന്റെ സമയത്തല്ലേ ഇത്? അത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ കമ്മ്യൂണിറ്റികൾക്ക് ഉണ്ടാവുന്ന ആഘാതം എത്രത്തോളം ഉണ്ടാവുന്ന മനസ്സിലാക്കിയിട്ട് വന്ന വ്യക്തിയാണ്. അപ്പൊ അതിൽ ചില കമ്മ്യൂണിറ്റികള് ചേട്ടൻ പർദ്ദ ഉപയോഗിച്ചിട്ട് നല്ല മുണ്ടും ഉടുപ്പൂട്ട് നടക്ക്. അത് വന്നു കഴിഞ്ഞാ നമ്മളോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്. ഇത് ഭയങ്കര ഹേർട്ടായി എനിക്ക് പേഴ്സണലി. ആർക്കാണ് ഈ പേഴ്സണൽ ഗ്രഡ്ജ്? കേട്ടില്ല നിങ്ങളെ? കാക്കാക്ക് എങ്ങനെ പറ്റിയതൊക്കെ എന്താ വെച്ചാൽ അവല് സുബൈക്ക് ഒരു പർദ്ദ ഇട്ട് വന്നിട്ട് അത് ബിൽക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ ചില ആളുകൾക്ക് ഇപ്പൊ എന്നോട് ആണുങ്ങളെ മാറി പെരുമാറരുത്. എന്തൊരു കഷ്ടമാണ് ആലോചിച്ചോക്കാണ്. അത് ഈ കേരളത്തില് അതിന് തെറ്റി. ആണുങ്ങളടുത്ത് പിന്നെ ആണുങ്ങളായിട്ടല്ലാതെ പിന്നെ പെണ്ണുങ്ങളായിട്ടാണോ പെരുമാറുന്നത്? ജാസിക്കാക്ക കാക്ക ഞാൻ ചെന്നിട്ട് വേണം മറ്റവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാന്ന്. അതിനുള്ള വാച്ചിലാണ് അപ്പൊ ആ പായുന്നത്. കാരണം ഇവിടെ എന്തായാലും നിർത്തൂല്ല. എന്തായാലും മൂപ്പരാൾ പോയിന്റ് ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അതൊന്ന് ഞങ്ങൾക്ക് കാണിച്ചതാ. ഇതാ കണ്ടോ? പിന്നെ അത് മാത്രല്ല, ഇന്ന് ഇപ്പൊ ഈ നോമ്പ് നോറ്റ് നമ്മൾ ഇത്രയും ദൂരം വന്ന് ഈ ഒരു വെയിലത്ത് ഇതിപ്പോ കൊറേ ആയല്ലോ നോമ്പ് നോറ്റ് വന്ന്. ആരെങ്കിലും ക്ഷണിച്ചോ? ഇതിനു വേണ്ടി ശബ്ദം ഉയർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഒരു പ്രോബ്ലം നമ്മളിലേക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ട്രാൻസ് ആയിട്ടുള്ള വ്യക്തിയിലേക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കും എന്നുള്ളൊരു ഇത് ജനങ്ങളിലേക്ക് കൂടെ എത്തിക്കണം നമുക്ക്. കാരണം അത്രയും ബുദ്ധിമുട്ടാവും പിന്നെ നമ്മുടെ ഓരോരുത്തർക്കും. അതെ, ഈ നോമ്പ് നോറ്റ് വന്നിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാം. അവനെ കുറിച്ചിട്ട് ആർക്കും ഒരു ധാരണയില്ലല്ലോ. നമ്മളെ നാട്ടിൽ എന്തെല്ലാം തരം കൊല നടന്നപ്പോഴും അതിനൊന്നും ഇത്ര പബ്ലിസിറ്റി ഇല്ല. ഇവന്റെ കൊലക്ക് മാത്രം വലിയ പബ്ലിസിറ്റി. അതർത്ഥോ അത് അവിടെ തന്നെ ഉണ്ടോ? എന്തുമാത്രം പബ്ലിസിറ്റി! ഇന്നത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ ലേലത്തിന് വെച്ചൂടെ? കാരണം ഇമ്മാരി ഫേമസ് ആയ വേറെ ഏതെങ്കിലും ഒരു കൊല നമ്മളെ നാട്ടിൽ നടന്നപ്പോഴോ ഇല്ല. എന്നാ അതിനോട്ട് അവന് തയ്യാറും അല്ല. എങ്ങനെയുണ്ട്? എന്നിട്ട് രാവിലെ നീച്ച് പോന്നിക്ക കാക്ക എന്തിനെ? കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കാം. അപ്പൊ കമ്മ്യൂണിറ്റി ആണെങ്കിലോ ഇവനായിട്ട് ഏഴായാലത്തേക്ക് അടുപ്പിച്ചൊന്നുമില്ല. അതിലാരെ തെറ്റിപ്പോവുക. എന്നാലും തീർന്നിട്ടില്ല. ഇതും കൂടി ഒന്ന് കണ്ടോ? ബസ് കയറാൻ നിക്കണാണ്. കണ്ണുമുറും കണ്ടോ? എന്താ സംഭവം എന്നറിയോ? ഇതന്നെ അടുപ്പിച്ചിട്ടില്ല, ആ നിർത്താനാ നിക്കണത്. പിന്നെ കാക്കാനോട് ആരും ചോദിക്കുന്നുണ്ട്, എന്തറിയോ? നോമ്പില്ലേ അത്? എന്തൊരു ചോദ്യം! നല്ല ചോദ്യമാണ്. കേട്ട പാതി കേൾക്കാത്ത പാടി. അയ്യോ എനിക്കോ നോമ്പോ? തീർച്ചയായിട്ടും നോമ്പുണ്ട്. 30 മാസത്തെ നോമ്പ് ഒരുമിച്ച് കിട്ടുന്ന ഒരാൾ ഞാനല്ലേ? 30 മാസം 30 മാസം ഏതെങ്കിലും ആദ്യം എന്തെങ്കിലും ഒന്ന് പറയാൻ വരുമ്പോൾ അതൊന്ന് പ്രിപ്പയർ ആക്കിയിട്ടെങ്കിലും ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ 30 ദിവസം 30 മാസമൊക്കെ ആവും കേട്ടോ. പിന്നെ അനക്കെന്നല്ല, ഏതൊരാണുങ്ങൾക്കും പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലെങ്കിൽ 30 നോമ്പും കിട്ടും. അതിൽ വലിയ പുതുമയൊന്നുമില്ല. ഇജാണ് വെറുതെ ഇട്ട് വെച്ചിട്ട് പിന്നെ അനക്കിപ്പോ 23 ആക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് കൂടുതൽ കടന്ന് മെഴുകൊന്നും വേണ്ട. ബാക്കി പറ. ബുഷ് പറഞ്ഞത് അല്ല, ബുഷ് അല്ല, ട്രംപ്. ബുഷ് അല്ല, ട്രംപ്. ബുഷ് അല്ല, കുശു പറഞ്ഞത്. ആ ട്രംപ് പൊക്കി ഒരു അടി കൊടുക്കണം ഫസ്റ്റ്. ട്രംപ് പോയി പൊക്കിക്കൊടു. അവിടെ അടിക്കാൻ നിൽക്കുകയാണ് കോണ്ടൻ പറഞ്ഞത്. ഒന്നെങ്കിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്, അതായത് ട്രാൻസ് ആയ വ്യക്തി. അതെ, ആണ് അല്ലെങ്കിൽ പെണ്ണ്, അത് മതി. ഇവിടെ മഴവിൽ ആകാശത്ത് മതി. ഓക്കെ, ട്രാൻസ്ജെൻഡർ ആയി മാറി സ്ത്രീ ആയ വ്യക്തികളും എല്ലാവരും ഒരു ജെൻഡറിലേക്ക് മാറി. അതായത് എല്ലാവരും ഒരു ജെൻഡറിലല്ല, ആണിലോട്ട് പെണ്ണിലോട്ട് മാറാൻ. ബാക്കി ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താ മനസ്സിലായി നമുക്ക്? ട്രംപിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു നല്ലത് പറയാനുണ്ടെങ്കിൽ അത് ഈ ഒരൊറ്റ കാര്യത്തില്ല. കാരണം ഇവനെ പോലത്തെ കള്ളന്മാരെ വായിപ്പിക്കൂല എന്നുള്ളത്
ട്രംപ് കടുത്തൊരു തീരുമാനം എടുത്തു. ആണും പെണ്ണും മതി, ഇതുപോലത്തെ കള്ളന്മാര് വേണ്ടാന്നുള്ളത്. ഈ കള്ളന്മാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മുഴുവൻ അല്ല കേട്ടോ. ജന്മനങ്ങളിലുള്ള ആളുകളുണ്ട്, ഓല് നമ്മൾ പ്രത്യേക ഒരു പരിഗണന കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവനെ പോലെ റീച്ചിനും ജീവിച്ചാനും വേണ്ടിയിട്ട് ഈ വേഷം കിട്ടില്ലേ, ഓലെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവൻ വെറുതെ അവിടെ പോയിട്ട് നമ്മൾ ഇത്രയും കാലം നേടിയെടുത്ത് ഇത്രയും കാലം എടുത്തതാണ്. അത് എങ്ങനെയായാലും നമുക്ക് ഒരിക്കലും അത് സമ്മതിക്കാൻ പറ്റില്ല. ഇവനൊക്കെ എന്ത് നേടിയെടുത്തു? ഒന്ന് ആലോചിച്ചോക്കെ. ഇവൻ ഇന്ന് വരെ ഇവൻ നേടിയെടുത്ത് കുറച്ച് റീച്ച് ആ രണ്ടും ഉണ്ടായി വെച്ച് ഒരു കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫ്രാൻസ് ആണെങ്കിൽ ഇവനെ അടുപ്പിച്ചിട്ടും ഇല്ല. അതൊക്കെ ഞമ്മക്ക് അറിയില്ലേ. ഇവര് രണ്ടുകളും ഇന്ന് ശത്രുവാ. ഇന്നിപ്പോ അവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ രാവിലെ പറഞ്ഞിട്ട് പോയതാ. ഒന്ന് കേട്ടോക്കാം. ട്രാൻസ്പോർട്ടേഷൻ ആക്ട് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ അത് ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ട്രാൻസ് ആയ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇനി ഭാവിയിൽ വരുന്ന ട്രാൻസിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞപ്പം അപ്പുറത്തൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഇത്ര കാലം നേടിയെടുത്ത വിസിബിലിറ്റി, നമ്മൾ നേടിയെടുത്ത അവകാശങ്ങളൊക്കെ അപ്പുറത്ത് മറ്റൊരു ഭയങ്കര ചർച്ച ഇതിനെ കുറിച്ചിട്ട്. ഇവ ഏതെങ്കിലുമൊക്കെ യൂട്യൂബറെ കിട്ടുമോ നോക്കി നടക്കുകയാണ്. എന്തിന്? ഇവന്റെ പട്ടി ഷോ കാണിക്കാം. ഇവൻ അത് ഭംഗിയായിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് ചെയ്യുന്നുണ്ട്. കാരണം പോലെ അവിടെ ഈ വന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കണം അവിടെ. ഇവൻ ചാനലുകാരെ തിരഞ്ഞെടുക്കുകയാണ്, ഏതില് നിന്നിട്ടാണ് ഇന്നൊന്ന് മറ്റേ ആളാകാൻ പറ്റുക നോക്കിയിട്ട്. ഈ ചെങ്ങായിന് ഏത് സൈഡ് നോക്കിയാലും ആണാ. സംശയം നോക്കിയാൽ ഈ വീഡിയോ ഉണ്ടാക്കാം. നോക്ക്, ഇതെന്താണ്? മലമ്പാമ്പ് അരമുണിയമാരി ആയിക്കു നോക്കൂ. ഞങ്ങളോട് പണ്ടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, എന്തറിയോ? ഇവന്റെ ഈ ഹോർമോൺ കളിക്കൊരു ലിമിറ്റ് വരുന്ന ഏറെക്കുറെ ഇതാ വന്നു തുടങ്ങി. ഇപ്പൊ കിളവനായാലും തുടങ്ങിയില്ലേ? കിളവനായോ? ശരി പോലെ നോക്കാം. കടല വെള്ളത്തിലിട്ട മാതിരി ആയിക്കോളും. എന്നിട്ട് ഈ ഇവനാണ് മകനാകണ്ടേക്കാ പ്രായമുള്ള ചെങ്ങായിനെ കാക്കാന്ന് വിളിച്ച് നടക്കണേ. കേട്ടിട്ടില്ലല്ലോ നിങ്ങള്? അല്ല, നിങ്ങള് കേക്കായിരിക്കല്ലേ. എന്നാലും ഇതൊന്ന് കേട്ടോ. ഇക്ക, നിങ്ങൾ ഉറങ്ങിയാ? പിന്നെ ഇവനെക്കാളും വയസ്സുണ്ടല്ലേ ജാസിക്ക്. ഞാൻ പെരുന്നാൾക്ക് ആ പച്ച ചുരിദാർ ഇടണോ ആ മഞ്ഞ ചുരിദാർ ഇടണോ? പച്ച. പിന്നെ പെരുന്നാൾക്ക് ഞാൻ ആ വലിയ കമ്മലിടണോ ആ ചെറിയ കമ്മലിടണോ? നിനക്ക് ആ കംഫർട്ട് നോക്കാസിന്റെ വീട് ആയിട്ട് അപ്പൊ കിടക്ക് ടൈം നോക്ക്. എന്തൊരഭിനയം ഇക്ക. പിന്നെ നമുക്ക് പെരുന്നാൾക്ക് മൈക്കൊക്കെ കുത്തി വെച്ചിട്ടാണ് ചോദിക്കുന്നത്. നെയ്ച്ചോറ് വെക്കണോ അതോ ബിരിയാണി വെക്കണോ? പെരുന്നാളിന് എനിക്ക് 2 ദിവസങ്ങളില്ല, മൊത്തം ഇപ്പൊ കിടക്ക്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കടക്ക. പെരുന്നാളിന് നമ്മള് ഫോട്ടോ എടുക്കാൻ എവിടെ പോവാ, വീഡിയോസ് ഒക്കെ എടുക്കാൻ? നമ്മൾ ഇവിടെ നിന്ന് എടുക്കണത് നമുക്ക് ആ പാർക്കിൽ പോണോ? ഇപ്പൊ അത് നീ പറയുന്ന നമുക്ക് ഇപ്പൊ കിടക്ക്. ഞാൻ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ജിക്കാനോട് ഇപ്പൊ സാരി എടുക്കണോ, പാവാട എടുക്കണോ, ചുരിദാർ ഇടണോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചില്ലേ? ഇജ്ജ് എന്തുകൊണ്ട് ചോദിച്ചില്ലേ? ഞാൻ ഇന്ന ഷെഡ് എടുത്തേന്ന്. അത് ഇജ്ജ് ചോദിക്കൂല. കാരണം എന്താ അറിയോ? അനക്കും എന്റെ കാക്കാക്കും ജോക്കിയുടെ ഒരേ ഷെഡ് മതി. അതെനിക്ക് പെണ്ണുങ്ങൾ അത് എന്തായാലും ഇടാൻ പറ്റൂലല്ലോ. അപ്പൊ അത് ഇജ്ജ് ചോദിച്ചില്ല. ചോദിക്കേണ്ടത് ചോദിക്കൂല. ഇതാണ് എന്നിട്ടുള്ള പ്രശ്നം. ഇനിയിപ്പോ അങ്ങനെ ഹറാമാണെന്ന് വിചാരിച്ച് നോക്കൊന്നും വേണ്ട. അത് നല്ലൊരു അസല് കാക്കയാണ്. ഇതാ കണ്ടോ? കാരണം എന്താ അറിയോ? ഇത് വേറൊന്നിനല്ല ഞാൻ കാണിക്കണത്. ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് കഷ്ടപ്പെട്ട് കുറെ ജെല്ലൊക്കെ വാങ്ങിയതല്ലേ. ഇതിപ്പോ എങ്ങനെയെങ്കിലും നാട്ടിരി ഒന്ന് കാണിക്കണം. ഇതിനിപ്പോ റമളാന ശബാനൊന്നുമില്ല. ഒരാണിന്റെ കണ്ട അവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. നോക്കാം. ഒരാണിന്റെ കണ്ട ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കണ്ടു നോക്കൂ. നിങ്ങളെ എങ്ങനെയെങ്കിലും ഇപ്പൊ ഇത്തിരി പൈസ ചെലവാക്കിയല്ലേ നാട്ടിലൊന്ന് കാണിച്ചണം. ഇതാരും അംഗീകരിച്ചൊന്നുമില്ല. എങ്ങനെ ചിന്തിച്ചാലും ഇനിയിപ്പോ ഇത്രയും ജെല്ലൊക്കെ വെച്ചു, എന്നിട്ടിപ്പോ ഓനും ഇങ്ങനെ നിന്ന് ഡാൻസ് കളിച്ചാണ്. അപ്പൊ സാധാരണ ഇവനെ കുറിച്ചിട്ട് അറിയുന്ന ഒരാൾക്കൊരു ധാരണ ഉണ്ടല്ലോ, ഇവ എങ്ങനെ കുത്തിക്കുടുങ്ങി കളിച്ചാലും ഇവൻ എന്താന്നുള്ളത്. അതും കൂടെ നമ്മൾ കണ്ടോ. ആ മണിനാഥ ശബ്ദം കേൾക്കുന്നുണ്ടോ?
ഇതാണ് അവസ്ഥ. എന്തത് കുത്തിക്കുലുക്കിട്ട് കാര്യമില്ല. അന്റെ ഈ കോപ്രായങ്ങൾ കാണുമ്പോ മനുഷ്യന്മാർ ഇതിനൊരു വിഷ്വല് കാണുന്നത് എങ്ങനെ അറിയും? ഇതങ്ങനെ അതെന്നെ കൊണ്ട് മാറ്റാനും കഴിയൂല. അതുകൊണ്ട് ആ ചെറുക്കനെ അതിന്റെ മടയത്തേക്ക് പറഞ്ഞേക്കാൻ നോക്ക്. ഇപ്പൊ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തയച്ചില്ലേ, ആ ഗിഫ്റ്റ് ഒക്കെ കഥയൊക്കെ ഞാന് ഇന്നലെ പാലക്കാട് പോയപ്പോ തന്നെ അറിഞ്ഞപ്പോഴും മനസ്സിലായോ, ആക്കിയിട്ട് കുന്ന് കയറ്റിയിരിക്കണു എന്നുള്ളത്. ഇത് സോഷ്യൽ മീഡിയയിൽ കടന്ന് എന്ത് നുണ വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഇതിനെ കുറിച്ച് അറിയണോലും ഇവിടെ ഉണ്ട്. അത് ഇതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. പേരെ കുറെ കത്തിയിട്ടുണ്ടാവൂലേ, അതന്നെ സംഭവം. ഇതൊക്കെ എന്ത് വെറുതെ ചുരിദാറിട്ടിട്ടും കാര്യമില്ല. ഇതാ ഈ ഇത്രയേ ഉള്ളൂ ഇത്, മനസ്സിലായോ? ആദ്യം കണ്ട വിഷ്വലൊക്കെ നിങ്ങളെ മനസ്സിൽ പോയില്ലേ? ഇതാണ് ഇവന്റെ അവസ്ഥ. ഇതിപ്പോ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇറങ്ങാറില്ലേ, ആദ്യം അന്യൊന്നുമല്ല അംഗീകരിച്ചോ നോക്ക്. പിന്നെ വേറെ എനിക്കൊരു പരാതി ഉണ്ട് കേട്ടോ. എന്താ പരാതി അറിയോ? BJP-ക്കാര് ഭയങ്കര സപ്പോർട്ടാത്രേ. എന്തിന്? അതുപോലെ ഈ UDF LDF ഇങ്ങനത്തെ ആളുകളെ ഇവനെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ ഒന്ന് കേട്ടോ. BJP-യിലേക്ക് ഒരുപാട് പേര് ട്രാൻസ് പീപ്പിളിനെ അക്സെപ്റ്റ് ചെയ്തല്ലോ ഒരുപാട് പേര്. ഞാനും വിചാരിച്ചത് എന്താണ് ഒരു പാർട്ടി പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മുന്നിട്ട് വരാത്തതെന്നുള്ള ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇലക്ഷൻ അല്ലേ, സപ്പോർട്ട് ചെയ്യും. കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ തൂത്തുവിടുന്ന് മാറ്റാനാ. LDF ഉള്ള സമയത്ത് നമുക്ക് ഒരുപാട് ട്രാൻസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് ഒരു സഹായം നമ്മൾക്ക് നേരിട്ടുണ്ടോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ചിഹ്നമാണ്. ക്വസ്റ്റ്യൻ ചിഹ്നാണ്, മനസ്സിലായില്ലേ? അതൊരു ക്വസ്റ്റ്യൻ ചിഹ്നം. അതുകൊണ്ട് എന്ത് ചെയ്യാതെ കാക്ക എളുപ്പം BJP-ക്ക് പോയിക്കോ. അതാവുമ്പോ എന്തായാലും ഈ മുസ്ലിങ്ങളെ തന്നെ ഒരുപാട് പറയുമ്പോഴും, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഇപ്പൊ തൊള്ളക്ക് വിടുന്നത് ഞാൻ നോമ്പ് നോച്ചിട്ട് അടിക്കടിക്ക് പറയുന്നുണ്ട്. അതെന്തിനാ അറിയോ? ഓ വലിയ മുസ്ലിമാണ്, എന്നിട്ട് നോമ്പ് എടുത്തു എന്ന് പറയുമ്പോ അതിനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കും. അപ്പൊ അതൊരു മറ്റേ കോണ്ടന്റ് ആക്കിയിട്ട് ഓനിക്ക് വേറെ ചെയ്യാ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ നോമ്പിന്റെ കഥ അങ്ങനെ അടിക്കടിക്ക് പറയുന്നത്. പിന്നെ പറഞ്ഞത് BJP ഇങ്ങനത്തെ ഒരുപാട് ആളുകളെ സപ്പോർട്ട് അതെ പോയി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് മറ്റുള്ള പാർട്ടി ഇങ്ങനത്തെ ആളുകളെ സപ്പോർട്ട് ചെയ്യാത്തത് എന്നുള്ളത് ടാഗിയിലാണ് നടക്കുന്ന പരിപാടി. അതുകൊണ്ട് അന്നെ 2 കൈ കൂട്ടിയിട്ട് ഒരു സ്വീകരിക്കും, ധൈര്യമായിട്ട് ഉണ്ടാവും. നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താ അറിയോ, ഓരോരോ മെനകൾ ഇങ്ങനെ പോണത് നല്ലതാ. ഓനെ UDF LDF ഒന്നും സഹായിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ന്യൂസ് കേട്ട് എന്ത് BJP-ക്കാർ ഇങ്ങനത്തെ കുറേ ആളുകൾ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എങ്ങനെ ആലോചിച്ചു എന്ന്, അങ്ങനെ പോണമെന്നുണ്ട്. എളുപ്പം പോയിക്കും. കാരണം എന്താ വെച്ചിട്ടാ, ബിഗ് ബോസില് മറ്റേ അനുവിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അനു എന്തായാലും പൈപ്പ് പോയി ചാടി. അപ്പൊ പിന്നാലെ ഓനിക്കും ചാടണ്ടല്ലോ. എന്നാ ഓന്റെ കോണ്ടന്റ് ഒക്കെ ഒന്ന് വലുതാവും, ഓൻ ഒന്നും കൂടി ഫേമസ് ആവും എന്നുള്ളൊക്കെ ഒരു വിചാരത്തോടെയാണ് കാക്ക ഇരിക്കുന്നത്. കാക്കാനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു ധാരണ വന്നിട്ടില്ല. അത് വഴിയേ വന്നോളും. ഏതായാലും ഇത്രത്തോളം നിങ്ങൾ കണ്ടില്ലേ, ഇനി നിങ്ങൾ കാണാണ്ട്. അപ്പോഴേ ഞങ്ങളെയൊക്കെ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞിരുന്നെന്നുള്ളത്. ഇവന്റെ പോക്ക് എങ്ങോട്ടുള്ളതായിരുന്നു എന്നുള്ളതിനൊക്കെ ഒരു ധാരണ അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്തല്ലോ, ഇവനിക്ക് 100% ഉറപ്പാണ് എന്ത് ഇവൻ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നതും ചെയ്യുന്നത്. പിന്നെ ഇവനെ കോണ്ടാക്ട് ചെയ്യുന്ന മൂല്യന്മാർ പറയുന്ന പല കാര്യത്തിൽ എടുക്കണ്ട. കാരണം അത് വേറൊന്നുമല്ല, ഇവനെ വെച്ച് ചെയ്ത ഒരു വീഡിയോ ആണ് ആ മൂല്യം 1 മില്യൺ വ്യൂസ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ പിന്നെ മൂല്യത്തിൽ തെറ്റു ചെയ്യുന്നതിനോട് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല, വ്യൂസിനോടൊക്കെ പ്രാധാന്യം. അതുകൊണ്ട് അതുകൊണ്ട് എന്തായാലും ഇങ്ങനത്തെ ബില്ല് പാസ്സാകുന്ന പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കൂട്ടുള്ളൂ. എന്തായാലും ഇങ്ങനത്തെ കുറെ അതെ എന്തായാലും ബില്ല് പാസ്സാക്കട്ടെ. ഇങ്ങനത്തെ ഊളന്മാരൊക്കെ ഓടിക്കണം. കള്ളന്മാരുണ്ട്. എന്തിന്? ഈ പെണ്ണുങ്ങളെ പിന്നാലെ നടക്കാൻ വേണ്ടിയിട്ട് പെൺവേഷം പെണ്ണുങ്ങളെ പിന്നാലെ നടക്കാൻ പെൺവേഷം കെട്ടി നടക്കുന്നവര് ജന്മന ഉള്ളതും പിന്നെ ഈ ജാസിറ പോലത്തെ വേഷം കെട്ടുള്ള ആളുകളും ഉണ്ട്. ഈ രണ്ടും നമുക്ക് വേറെ തിരിച്ചറിയാം. എന്തായാലും അങ്ങനെ ഒരു ബില്ല് വരട്ടെ. എന്താ അറിയോ, എന്നാലേ ഇവന്റെ ഈ മണിനാഥത്തിന് ഒരു അവസാനം ഉണ്ടാവുള്ളൂ. ഇതും കെട്ടി അല്ലെങ്കിൽ അവൻ മണി വെട്ടട്ടെ വെച്ചുകൊണ്ടാണ് ഇവൻ ഈ നടന്ന് കാട്ടിക്കൂട്ടുന്നത്. ഇത് മുറിച്ചുകളെ മോനോട്ട് തയ്യാറും അല്ല, എന്നാ മോനിക്കോട്ട് പെണ്ണാവും വേണം. നടക്കണ കാര്യല്ലേ അല്ലെ? അപ്പോ അതിന് മുമ്പുണ്ടായ ഒരു ഗർഭക്കേസിന്റെ കാര്യത്തില് നിങ്ങൾക്ക് അറിയുന്നതാണ് എന്ത് ഇപ്പം പോയിട്ട് അവിടെ കടന്ന് അയ്യോ ഞാൻ പൂർണ്ണാകാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പൊറാട്ട നാടകം കളിച്ചു. അതൊക്കെ എല്ലാരും പടെ എടുത്ത് കജ്ജി കൊടുത്തപ്പോ എന്ത് ചെയ്തു, 4 വഴിയിട്ടിട്ട് ആ ഗ്യാസ് ഒഴിവാക്കിയിട്ട് വയറൊക്കെ എന്നാൽ കമ്മിയാക്കി. അതിനുശേഷമാണ് ഇതും കൊണ്ടൊക്കെ പറഞ്ഞേക്കണം മൂപ്പരാള്. അപ്പൊ എന്താവും, ഈ ബില്ലും കൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ അതും കട്ടിയേണ്ടി വരും. അതെ അതോടുകൂടെ അവന്റെ കൂത്താട്ടം നിർത്തണം. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടിക്കുക. ഒരു ബില്ല് പാസ്സാക്കുന്നതിനെ കുറിച്ച് ജാസി സംസാരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ജാസിക്കൊക്കെ ആരും പരിഗണിക്കുന്നില്ല എന്നൊരു സങ്കടമുണ്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കണ്ടു കാണും. കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല എനിക്ക്. സോ എന്തായാലും ലൈക്ക് അടിക്കുക. ഡിസ്ലൈക്ക് അടിക്കാൻ ഉള്ളവരാണെങ്കിൽ ഡിസ്ലൈക്കും അടിച്ചോ, കമന്റ് അടിക്കുക. നെക്സ്റ്റ് ഇതിൽ മികച്ച നല്ലൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്. കണ്ട് ഉറക്കവും വരുന്നു.